ഷാങ്ങിങ്ങിനെ രക്ഷപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേർ കടത്തിക്കൊണ്ടുപോയ പല കുട്ടികളെയും അവൾ പല ഭാഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ അവൾക്ക് ഷാങ്ങിങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലീയുടെ കുറേ ഒഫീഷ്യൽസും ഇവളുടെ സഹായത്തിനായി ഇങ്ങനെ പോവാറുണ്ട്. ഷാങ്ങിങ്ങിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു സംഭവം കാരണം ഇവൾക്ക് ആ നാട്ടിലൊരു ഹീറോയിക് പരിവേഷം കിട്ടിയിരിക്കുകയാണ്. ബച്ചർ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ആരായാലും ഒന്ന് പേടിക്കും. അതേപോലെയാണ് ഇപ്പോൾ അവളുടെ പേര് ഫേമസ് ആയിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പെൺകുട്ടികളൊക്കെ തനിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവളെ പോലെ വേഷം ധരിച്ച് ഇവൾ കൊണ്ടു നടക്കുന്നത് പോലെയുള്ള 2 ബച്ചർ നൈഫുമായിട്ടൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഈ വേഷം ധരിച്ച് ഇങ്ങനെ കത്തിയുമായിട്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഉപദ്രവിക്കാൻ പോലും പേടിയായി തുടങ്ങിയിരിക്കുന്നു. കാരണം മുന്നിൽ നിൽക്കുന്നത് ശരിക്കുള്ള ബച്ചർ ബ്യൂട്ടി ആണെങ്കിൽ തങ്ങളുടെ കാര്യം തീർന്നത് തന്നെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ പേടിച്ച് അവർ ഓടിപ്പോവുകയാണ് ചെയ്യാറ്. ഷാങ്ങു അത്രയ്ക്ക് ഫേമസ് ആയിരിക്കുന്നു. ഇങ്ങനെ ഷാങ്ങുവിനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഷാങ്ങുവിന് ഒരു അബദ്ധവും പറ്റുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ ആരോ ഉപദ്രവിക്കുന്നത് കണ്ട് അവൾ അവിടേക്ക് ഇടിച്ചു കയറി ചെന്ന് അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. പക്ഷേ പിന്നീടാണ് അത് ആ കുട്ടിയുടെ അച്ഛനാണ് എന്ന് അവൾ അറിയുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന് ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് കാരണം അയാൾ അവൾക്കെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ തൽക്കാലത്തേക്കാണെങ്കിലും ഷാങ്ങുവിനെ ജയിലിൽ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അനിയൻ സൈക്കോ ഷാങ്ങിങ്ങിനെയും സിഷാനെയും ഒക്കെ കൂട്ടി അവൻ്റെ കൊട്ടാരത്തിനടുത്ത് എത്തിയിരിക്കുന്നു. ഒരു താഴ്ന്ന പ്രദേശത്താണ് അവൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവിടെ കണ്ടപ്പോൾ സിഷാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനതിന് മറുപടി ഒന്നും പറയുന്നില്ല. വീട്ടിലെത്തിയ സന്തോഷത്തോടെ അവൻ അവരെ കൂട്ടി വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവനെ അവിടെ വെൽക്കം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഇവൻ ശരിക്കും അവിടുത്തെ തമ്പുരാനാണ് എന്ന് സിഷാന് വിശ്വാസം വരുന്നത്. ഇത്രയും കാലം ഇവൻ രാജാവിൻ്റെ മകനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കത്ര വിശ്വാസം വന്നിരുന്നില്ല. നേരിട്ട് കണ്ടപ്പോഴാണ് അവൾക്കിത് വിശ്വാസമാവുന്നത്. ഇവർ എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞ് കൂടെ വന്നിരിക്കുന്നവർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കാൻ അവൻ അവിടുത്തെ ജോലിക്കാരോട് പറയുന്നു. അതിനുശേഷം ഷിസാനെയും ഷാങ്ങിങ്ങിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ചേട്ടൻ സൈക്കോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ വന്ന അറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഷിസാനെയും ഷാങ്ങിങ്ങിനെയും ഷീ കാണുന്നത്. അനിയനോട് തനിച്ച് സംസാരിക്കാനുള്ളത് കൊണ്ട് അവരെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. അവർ മറ്റൊരു ഭാഗത്തേക്ക് പോയ ശേഷം ഇവർ 2 പേരും കൂടി അകത്ത് കയറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ അച്ഛനായ ലോർഡ് ഷാങ്ഷിനാണ് യാൻഷിങ്ങിൻ്റെ ഒക്കെ അതിർത്തി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധഭൂമിയിലേക്ക് ഇവർ ധാന്യങ്ങൾ കൊടുത്തയക്കുന്ന വഴി ഇപ്പോൾ യാൻഷിങ്ങിൻ്റെ സൈന്യം നശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ സൈനികർക്ക് സമയത്ത് ഫുഡും മറ്റ് സാധനങ്ങളുമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഷീ സുയാൻഷിങ്ങിൻ്റെ അടുത്ത് അറിയിക്കുന്നു. ഈ ധാന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഈ റൂട്ടിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണമെന്ന് ഷീ മുമ്പ് തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അച്ഛൻ അത്ര കാര്യമാക്കാതെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് സുയാൻഷിങ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. ആ റൂട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇവർക്ക് 1 മാസമെങ്കിലും വേണ്ടി വരും. ഏതായാലും ഷീ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ അവൻ്റെ കൂടെ വന്ന 2 പേർ ആരാണ് എന്ന് ഷീ ചോദിക്കുന്നു. ഒന്ന് എൻ്റെ പെണ്ണാണ്, മറ്റേത് ഒരു സർപ്രൈസ് ആണ് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ അടുത്തേക്കിരുന്ന് രഹസ്യമായിട്ടാണ് അത് യാൻഷിങ്ങിൻ്റെ മകളാണ് എന്ന് പറയുന്നത്. പിന്നെ അവൻ റൂമിലേക്ക് പോകുന്നു. ഷിസാനും അവൻ്റെ ഒപ്പമുണ്ട്. അവൾക്ക് ഇപ്പോഴും തന്നോട് ദേഷ്യമാണോ? അവൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി തനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവൾ എന്താവശ്യപ്പെട്ടാലും അത് നടത്തി കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ സുയാൻഷിങ് അവളോട് പറയുന്നു. എങ്കിൽ എനിക്ക് യാൻഷിങ്ങിൻ്റെയും ഷാങ്ങുവിൻ്റെയും തലകൾ വേണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. അത് ഉറപ്പായും സാധിച്ചു കൊടുക്കാമെന്ന് അവൻ വാക്ക് നൽകുന്നു. പിന്നെ അവൾക്ക് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് രാത്രി നീ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിന്നെ വെറുക്കണോ ഇഷ്ടപ്പെടണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. യാൻഷിങ് ഇപ്പോൾ അവൻ്റെ ആർമി ക്യാമ്പിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവൻ വന്നറിഞ്ഞുകൊണ്ട് സുൻ അവനെ കാണാൻ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഷാങ്യു അങ്കിൾ സാഹോയുടെ കയ്യിൽ കൊടുത്തയച്ച പൊതി അവൻ യാൻഷിങ്ങിന് നൽകുന്നു. യാൻഷിങ് അത് തുറന്നു നോക്കുന്നുണ്ട്. അതിൽ ഒരു പാക്കറ്റിൽ കുറച്ച് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ക്യാൻഡി ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് നോക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് ധാരാളം ക്യാൻഡി കൊടുത്തയക്കുന്നതെന്ന് ചോദിച്ച് സുൻ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും യാൻഷിങ് അവന് കൊടുക്കാതെ അത് മാറ്റിവെക്കുന്നു. പിന്നെ അതിലുണ്ടായിരുന്നത് ഷാങ്യു അവന് നൽകുന്ന ഡിവോഴ്സ് എഗ്രിമെൻ്റ് ആയിരുന്നു. അവനെ സ്വതന്ത്രനാക്കിക്കൊണ്ട് ഡിവോഴ്സ് നൽകി അവൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നു. പിന്നെയാണ് ഇതങ്ങനെ സുനിൻ്റെ കയ്യിലെത്തിയെന്ന് അവൻ അന്വേഷിക്കുന്നത്. അങ്കിൾ സാഹോ പല മാർഗങ്ങളിലൂടെ ഇത് നിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് സുൻ അറിയുന്നു. അങ്ങനെയാണ് അങ്കിൾ സാഹോയും ആർമി ക്യാമ്പിലുണ്ട് എന്ന് യാൻഷിങ് അറിയുന്നത്. അദ്ദേഹത്തെ ഫ്രണ്ട് ലൈനിലേക്ക് അയക്കാതെ ക്യാമ്പിനുള്ളിൽ തന്നെ എന്തെങ്കിലും ചെറിയ പണി ചെയ്യുന്ന രീതിയിൽ അലോട്ട് ചെയ്യാനായിട്ട് അവൻ സുന്നിനെ ഏൽപ്പിക്കുന്നുണ്ട്. സുൻ അതിന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഷിയോഗു ഒരു ലെറ്ററുമായി ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നത്. അവനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആരോ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞ ലെറ്റർ അവൻ യാൻഷിങ്ങിന് നൽകുന്നു. യാൻഷിങ് അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ സുൻ വരച്ച അവർ 3 പേരും കൂടിയുള്ള ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കത്തും. ചിത്രം കണ്ടപ്പോൾ ഇത് ഞാൻ വരച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുൻ അത് കയ്യിലെടുക്കുന്നുണ്ട്. നിന്റെ മകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുയാൻഷിങ് അവനെ കത്തയച്ചിരിക്കുന്നത്. ഷാങ്ങിങ് അവൻ്റെ കസ്റ്റഡിയിലാണ് എന്നും അവളെ തൻ്റെ മകളായിട്ട് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നും യാൻഷിങ്ങിന് മനസ്സിലാവുന്നു. ഷാങ്യുവിനെ തൽക്കാലത്തേക്കാണെങ്കിലും ജയിലിൽ അടച്ചിരിക്കുകയാണല്ലോ. പക്ഷെ അവൾ കാരണം രക്ഷപ്പെട്ട കുട്ടികളുടെ പേരൻസൊക്കെ അവളെ വിട്ടയക്കണമെന്ന് അവിടെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ലീയുടെ കീഴിലുള്ള ജയിലിൽ തന്നെയാണ് അവളെ തടവിലാക്കിയിരിക്കുന്നത്. അവൻ അവളെ കാണാനായി ചെല്ലുന്ന സമയത്ത് അവൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നീ ഇങ്ങനെ
ബുദ്ധിമുട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. എന്തൊക്കെ പ്രശ്നം വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും നന്നായി ഉറങ്ങണം, നന്നായി ഭക്ഷണം കഴിക്കണം, എല്ലാ പ്രശ്നത്തിനും ഒരു ദിവസം പരിഹാരം കാണാൻ കഴിയുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അവൾ പറയുന്നു. ലീക്ക് വേണമെങ്കിൽ അവളെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കി പുറത്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഷാങ്യു ആ ഓഫർ നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന് കാരണമെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ഷാങ്യുവിനെ കാണാതായിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ എനിക്ക് അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി എങ്ങോട്ടാണ് അവളെ അന്വേഷിച്ച് പോവേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവൾ കരയുന്നത്. ലീ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുറച്ച് സമയം അവളുടെ കൂടെ ഇരിക്കുന്നു. അവിടെ നിന്ന് തിരികെ പോയി അവൻ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഫയൽ എടുത്ത് ഒന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഷാങ്യുമായി മീറ്റ് ചെയ്ത സമയത്ത് അവൾ ആ കേസിനെ പറ്റി അവനോട് വീണ്ടും ചോദിച്ചിരുന്നു. ആ കേസ് ഫയലിലുള്ളത് സത്യം തന്നെയാണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. കാരണം അവളുടെ മുത്തച്ഛൻ അവളോട് പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് ആ കേസ് ഫയലിൽ ഉള്ള കാര്യങ്ങൾ ശരിയാവണമെന്നില്ല. അതുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ക്ലൂ അതിലുണ്ടോ എന്നാണ് അവൾ ലിയോട് ചോദിക്കുന്നത്. അങ്ങനെയാണ് അവൻ ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് ആ ഫയൽ ആരോ തിരുത്തി എഴുതിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നത്. ഇവരുടെ മരണത്തിന് മിക്കവാറും 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കൂട്ടക്കൊലയുമായി ബന്ധമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുത്തശ്ശൻ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞതെന്നും അവൻ ഷൗറാനോട് ഈ സമയത്ത് പറയുന്നുണ്ട്. ഷാങ്യുവിനെതിരെ കേസ് നൽകിയ ആളും ഇതിനകം ജയിലിലായിരുന്നു. അയാളിപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. ബച്ചർ ബ്യൂട്ടിയാണ് തൻ്റെ മകളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് അയാൾ മുമ്പ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറഞ്ഞാണ് അയാൾക്ക് അത് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് അവളെ സ്വതന്ത്രമാക്കണമെന്ന് അയാളും റിക്വസ്റ്റ് ചെയ്യുന്നു. തനിക്ക് പരാതിയില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഷാങ്യുവിനെ അവിടെ നിന്ന് പുറത്തു വിടുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി തങ്ങളുടെ മക്കളെ രക്ഷിച്ചതിന് അവളോട് നന്ദി പറയാനായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിഷമിച്ച മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്താണ് വിഷമമെന്ന് അവർ അന്വേഷിക്കുന്നു. തൻ്റെ സഹോദരിയും മിസ്സിംഗ് ആണ്, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് അവൾ വിഷമത്തോടെ പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട, എല്ലാവർക്കും ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റും, അനിയത്തെ കണ്ടുകിട്ടും എന്നൊക്കെ പറഞ്ഞവർ സമാധാനിപ്പിക്കുന്നു. പക്ഷേ ഷാങ്യുവിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെടുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. ഒരു തവണ നഷ്ടപ്പെട്ടാൽ പിന്നെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞവൾ അല്ലാതെ ഇമോഷണലായി സംസാരിക്കുന്നു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കേസ് ഫയൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് ലീ തൽക്കാലം അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ കേസ് ഫയൽ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഷാങ്യുവിന് അതിൽ എഴുതിയിരുന്നതൊന്നും മുഴുവനായി വായിക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല, കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ മനസ്സിലായുള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവാത്തതെന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിലുണ്ടായിരുന്ന 3-4 അക്ഷരങ്ങൾ തൊട്ട് കാണിച്ചിട്ട് ഇതൊഴികെ വേറെ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അത് മുഴുവനായിട്ടൊക്കെ വായിച്ചു കൊടുക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ലീ അതെടുത്ത് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവളെ വായിച്ച് കേൾപ്പിക്കുന്നു. അതിൽ നിന്ന് പക്ഷെ അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ക്ലൂവും അവൾക്ക് കിട്ടുന്നില്ല. മുമ്പ് ലീ അവളോട് പറഞ്ഞതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും കൂടി എവിടെയോ പോയി മടങ്ങി വരുന്ന വഴി കൊള്ളക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ശരിക്കും അവർ കൊള്ളക്കാരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടതായിരിക്കുമോ, തൻ്റെ സംശയം വെറുതെ ആയിരിക്കുമോ എന്നൊക്കെ അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്തായാലും അതിനി മാറ്റാൻ പറ്റില്ലല്ലോ, പക്ഷേ ഭാവിയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ലീ അവൾക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഈ സമയത്താണ് ഷൗറാൻ അവളുടെ ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അവനത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് പിടിവിട്ട് താഴേക്ക് പോകുന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവിടെ ചിതറി വീഴുന്നുണ്ട്. അതൊക്കെ പെറുക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അതിൽ ഡിവോഴ്സ് എഗ്രിമെൻ്റ് ഇരിക്കുന്നത് ലീ കാണുന്നത്. ഷാങ്യു അവൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് വാങ്ങി വെക്കുന്നു. ഇനി അവൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് ഷാങ്യുവിനെ കണ്ടുപിടിക്കണം. ആൻറ്റി സാഹോ ഞങ്ങളെയും പ്രതീക്ഷിച്ച് ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ യാൻഷൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവനെ കണ്ടുപിടിക്കണം എന്നൊക്കെ അവൾ പറയുന്നു. ഷാങ്യുവിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അവൾക്ക് അതുവരെ ഇവിടെ സ്റ്റേ ചെയ്തുകൂടെ എന്ന് ലീ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ യുദ്ധമൊക്കെ വരാൻ പോവുകയല്ലേ, ആ സമയത്ത് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് തൻ്റെ ഫാമിലി മാറ്റർ ആണല്ലോ, അതുകൊണ്ട് ഇത് താൻ തനിച്ച് ഡീൽ ചെയ്തോളാം എന്ന് ഷാങ്യു പറയുന്നു. മുമ്പ് കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ അവൻ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് തുക കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാമെന്നും അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ യാത്ര പറഞ്ഞു പോകുന്നു. എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞാണ് ലീ അവളെ യാത്രയാക്കുന്നത്. ഷാങ്യു ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നമൊക്കെ ജനറൽ ഹേയോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഷൗറാൻ ലീയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് വെറുതെ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് ഇക്കാര്യം അങ്ങോട്ടേക്ക് അറിയിക്കേണ്ടതെന്ന് ലീ പറയുന്നു. ഈ സമയത്ത് അവന് മുത്തശ്ശൻ്റെ ഒരു കത്ത് വരുന്നതും കാണിക്കുന്നുണ്ട്. യാൻഷൻ ഈ സമയം സുന്നിനൊപ്പം ജനറൽ ഹേയെ പോയി കാണുന്നുണ്ട്. ഷിയുടെ അച്ഛനൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന റൂട്ട് യാൻഷൻ താൽക്കാലികമായി നശിപ്പിച്ചല്ലോ. അത് കാരണം ഇപ്പോൾ അവർ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി അവർ തയ്യാറെടുത്ത് തിരിച്ചൊരു ആക്രമണത്തിന് വരുമ്പോഴേക്കും അവരെ ഒറ്റയടിക്ക് നശിപ്പിക്കാനുള്ള ഒരു പ്ലാനുമായിട്ടാണ് യാൻഷൻ വന്നിരിക്കുന്നത്. സുയാൻ സിംഗിൻ്റെയൊക്കെ സ്ഥലം കുറച്ച് താഴ്ന്ന പ്രദേശമാണല്ലോ. അവിടെ മഴയായി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അത് മുതലെടുത്ത് ഒരാക്രമണം നടത്താനാണ് യാൻഷൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവിടെ പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡാം ഉണ്ടാക്കാൻ അവൻ ജനറൽ ഹേയോട് നിർദ്ദേശിക്കുന്നു.
ശത്രു സൈന്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഡാം തുറന്നു വിട്ട് ഫ്ലഡ് കൊണ്ട് ഒരു അറ്റാക്ക് നടത്താനാണ് യാൻഷങ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ പ്ലാൻ ജനറൽ ഹേയ്ക്കും ശരിക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് ഇവൻ നേരിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വരുന്നതിന് കാരണം എന്താണെന്ന് ജനറൽ ഹേ അന്വേഷിക്കുന്നു. ഞാൻ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ സുയാൻഷിങ് ഈ ട്രാപ്പിൽ കുടുങ്ങുകയില്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇവിടുത്തെ 1000 സൈനികരെ എനിക്കൊപ്പം അയക്കാൻ യാൻഷങ് ജനറൽ ഹേയോട് പറയുന്നു. ലോർഡ് ഷാങ്ഷിൻ 20,000-ഓളം സൈനികരുമായിട്ടാണ് ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ 1000 സൈനികരുമായിട്ട് പോയാൽ എങ്ങനെ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാണ് എന്ന് ജനറൽ ഹേ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് സൈനികർ കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് യാൻഷങ് പറയുന്നു. അപ്പോഴാണ് ശത്രു സൈന്യത്തെ തങ്ങൾ വിരിച്ചിരിക്കുന്ന വലയ്ക്കുള്ളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് യാൻഷങ് ഈ 1000 സൈനികരെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അവർ വലയ്ക്കുള്ളിലായി കഴിയുമ്പോൾ അവിടെ നിന്ന് അവരെയും കൊണ്ട് രക്ഷപ്പെടുകയാണ് അവൻ്റെ പ്ലാനെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അവൻ്റെ പ്ലാൻ വളരെ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിക്കുന്നു. അവർക്കൊപ്പം നിൽക്കാമെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് യാൻഷങ് പറയുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. യാൻഷങ്ങും സുന്നും മാത്രമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. സുയാൻഷിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ നേരിട്ട് ഒരു ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ വൈഫിൻ്റെ സഹോദരിയെ അവൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്ന് യാൻഷങ് അദ്ദേഹത്തോട് പറയുന്നു. വൈഫിൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞപ്പോൾ ഷാങ്ങിങ്ങിനെയാണോ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്ന് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇവരെ നേരത്തെ പരിചയമുണ്ട് എന്ന് യാൻഷങ്ങിന് മനസ്സിലാവുന്നത്. പിന്നെ എങ്ങനെയാണ് പരിചയമെന്നൊക്കെ അവൻ ചോദിക്കുന്നു. അത് മാത്രമല്ല അവളുടെ അച്ഛനമ്മമാരുടെ മരണത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്നും അവൻ നേരിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ട്. ഷാങ്യുവിൻ്റെ അച്ഛനും ഞാനും പഴയ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ലെറ്റർ പ്രൈം മിനിസ്റ്ററിന് നൽകണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അതൊരിക്കലും തുറന്നു നോക്കരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ജനറൽ ഹേ പറയുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ട് ഇദ്ദേഹമാണോ അവരെ കൊന്നതെന്ന് സുൻ ചോദിക്കുന്നുണ്ട്. ഞാനല്ല അവരെ കൊന്നത്, അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ എനിക്ക് അവരെ പ്രേരിപ്പിക്കേണ്ടി വന്നുവെന്ന് ജനറൽ ഹേ പറയുന്നു. അന്ന് ഞാനങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് പകരം പ്രൈം മിനിസ്റ്റർ വേറെ ആരെങ്കിലും അങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു. അങ്ങനെ മറ്റാരെങ്കിലുമാണ് അവിടെ ചെന്നിരുന്നതെങ്കിൽ ആ കുടുംബത്തെ മുഴുവനായി അവർ തുടച്ചു നീക്കിയേനെ എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഷാങ്യുവിൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ പേര് ഫേക്കാണ് എന്ന് യാൻഷങ്ങിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്, പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ ഏത് പോസ്റ്റിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ അവൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം തനിക്ക് അതിനെപ്പറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ആ 2 പെൺകുട്ടികളും സേഫ് ആവുന്നത് വരെയെങ്കിലും എനിക്കത് രഹസ്യമാക്കി വെച്ചേ പറ്റുകയുള്ളൂ. അതിനുശേഷം ഷാങ്യുവിനോട് ഞാൻ നേരിട്ട് തന്നെ അക്കാര്യം പറഞ്ഞോളാമെന്നാണ് അദ്ദേഹം പറയുന്നത്. യാൻഷിങ് പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഷാങ്യു തൻ്റെ മകളാണ് എന്നൊരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ അവൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഷാങ്യു യാൻഷിങ്ങിൻ്റെ മകളാണ് എന്നാണല്ലോ സുയാൻഷിങ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ത് വില കൊടുത്തും അവൻ അവളെ രക്ഷപ്പെടുത്താൻ ചെല്ലുമെന്ന് അവൻ വിശ്വസിക്കും. അങ്ങനെ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് അവൻ കുറച്ച് അശ്രദ്ധനാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഷാങ്യു അവൻ്റെ മകളാണ് എന്നുള്ളത് കാരണം അവളെ ഉപദ്രവിക്കാനും ആരും ധൈര്യപ്പെടുകയില്ല. അത് അവൾ സേഫായിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്ന് സുൻ അദ്ദേഹത്തോട് പറയുന്നു. അതോടെ ജനറൽ ഹേ അതും സമ്മതിക്കുന്നുണ്ട്. ഷാങ്യുവിനെ സേഫായി തിരികെ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ പഴയ ഫ്രണ്ടിനെ നാളെ ഒരിക്കൽ ഫേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഷാങ്യുവിനെ സേഫായി കൊണ്ടുവരാമെന്ന് യാൻഷിങ് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ജനറൽ ഹേ തൻ്റെ വിശ്വസ്തനായ പെയ്യെ വിളിപ്പിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നാളെ ഒരിക്കൽ ജനങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്ലാനാണ്, ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ ജനറൽ പെയ്യെ മുമ്പൊരിക്കൽ ജനറൽ ഹേ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ജീവൻ രക്ഷിച്ചിട്ടുള്ളതാണ്. അതിന് പകരമായിട്ട് സ്വന്തം ജീവൻ അദ്ദേഹത്തിന് നൽകാൻ പോലും തയ്യാറാണ്. അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പെയ്യെ അറിയിക്കുന്നു. അങ്ങനെ ആ പ്ലാനിനെ കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം അയാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷാങ്യു ഇങ്ങനെ ഷാങ്യുവിനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ് ബാക്ഷ്യ എന്ന സ്ഥലത്ത് കുറേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി താമസിച്ചിരിക്കുന്നതിനെ പറ്റി അവൾക്ക് അറിവ് കിട്ടുന്നത്. അങ്ങനെ അതെവിടെയാണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഈ ബാക്ഷ്യ തന്നെയാണ് സുയാൻഷിങ്ങിൻ്റെയും ഷിയുടെയും ഒക്കെ സ്ഥലം. അതേപോലെ തന്നെ യാൻഷിങ്ങൊക്കെ ഇപ്പോൾ ഈ ഫൈറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതും അവിടെ വെച്ചാണ്. ലീക്ക് അവൻ്റെ മുത്തച്ഛൻ അയച്ച കത്തിൽ പറഞ്ഞിരുന്നത് ഷാങ്യുവിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ആയിരുന്നു. വെയ്ശിലൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ആ വെയ്ശിലൻ വെയ്യാൻ്റെ വിശ്വസ്തനായിരുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് വെയ്ശിലിന് സംഭവിച്ചത് പ്രൈം മിനിസ്റ്ററുടെ ഒരു സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. ഏറ്റവും വിശ്വസ്തരായവരോട് പോലും അങ്ങനെ കാണിക്കുന്ന അവനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാണ്? അതുകൊണ്ട് നീ ഇനി താമസിയാതെ എത്രയും പെട്ടെന്ന് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ആർമിയിൽ ജോയിൻ ചെയ്യണം. അവിടെ ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് എന്നൊക്കെയായിരുന്നു മുത്തശ്ശൻ അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ പോകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഷാങ്യു അവിടേക്ക് തിരിച്ചു വരുമോ എന്നാണ് അവൻ്റെ ചിന്ത. ഈ സമയത്താണ് ഷാങ്യു കൊടുത്തയച്ച അവന് തിരികെ നൽകാനുള്ള പണവുമായിട്ട് ഷൗറാൻ അങ്ങോട്ടേക്ക് വന്നത്. ഷാങ്യു കാരണമാണ് ഇവൻ യുദ്ധസ്ഥലത്തേക്ക് പോകാൻ മടിക്കുന്നതെന്ന് ഷൗറാൻ അറിയാം. പക്ഷെ അങ്ങനെ മടിച്ചു നിന്നാൽ ശരിയാവില്ല എന്ന് ഷൗറാനും അവനെ ഉപദേശിക്കുന്നുണ്ട്. ഈ സമയത്ത് വഴിയിൽ കൂടി പാസ് ചെയ്തു പോയൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഷാങ്യു ആണ് എന്ന് കരുതി ലീ അവൾക്ക് പിന്നാലെ ഓടിപ്പോയി പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മുഖം കണ്ടപ്പോഴാണ് ആൾ മാറിപ്പോയി എന്ന് അവന് മനസ്സിലാവുന്നത്. അവൻ സോറി പറയുന്നു.
ഇനിയും അവിടെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് ഷാങ്ങു അഥവാ അവിടെ തിരികെ എത്തുകയാണെങ്കിൽ താൻ ഏത് വഴിക്കാണ് പോയിരിക്കുന്നതെന്ന് അവളോട് പറയുന്നതിന് വേണ്ടി രണ്ടുപേരെ അവിടെ നിർത്തിയിട്ട് പുറപ്പെടാമെന്ന് അവൻ ഷൗറാനോട് പറയുന്നു. എന്നിട്ട് ഉടനെ തന്നെ പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. സൈക്കോയുടെ കയ്യിൽപ്പെട്ട ബാവറുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. പേടിച്ചാണ് അവൻ ഷീയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. അവനെക്കൊണ്ട് ഷീ എന്തൊക്കെയോ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് അവൻ ചെല്ലുമ്പോൾ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിയുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും എഴുതാൻ അവനോട് പറയുന്നു. ഇങ്ങനെ ഒരു തവണ പറഞ്ഞപ്പോൾ ഇത് എഴുതി കഴിയുമ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ അച്ഛാ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നെ അച്ഛാന്ന് വിളിക്കാൻ നിനക്ക് ആരാണ് പെർമിഷൻ തന്നതെന്ന് ചോദിച്ച് അവൻ വീണ്ടും അവനെ ഉപദ്രവിക്കാനായി തുടങ്ങുന്നു. എന്നിട്ട് നിന്റെ അച്ഛനെക്കുറിച്ച് നിന്റെ അമ്മ എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. എൻ്റെ അച്ഛൻ വലിയൊരു ഹീറോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ബാവർ പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യം എന്തെങ്കിലും ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഷിയാൻ മുമ്പ് തന്നെ അവനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നീ ഇങ്ങനെ ദുഷ്ടന്മാരുടെ കയ്യിൽ പെടുകയാണ്, ആരെങ്കിലും നിൻ്റെ അച്ഛനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ ഒരു ഹീറോ ആണെന്നേ അവരോട് പറയാവുള്ളൂ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവനെപ്പോൾ അങ്ങനെ പറയുന്നത്. ശരിക്കും അച്ഛൻ അങ്ങനെയാണോ എന്ന് ബാവർ ചോദിച്ചപ്പോൾ അവനൊരു ദുഷ്ടനാണ്, പക്ഷേ അത് നമ്മൾ പറയാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് അന്നേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അവൻ പറയുന്നത് കള്ളമാണ് എന്ന് ഷീക്കും അറിയാം. നിൻ്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു തന്നെയല്ലേ നീ പറയുന്നതെന്ന് ഷീ ചോദിക്കുന്നുണ്ട്. സത്യമായിട്ടും അല്ല, എൻ്റെ അച്ഛൻ വലിയ ഹീറോ ആണെന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അച്ഛന് ഞങ്ങളെ എപ്പോഴും കാണാൻ വരാൻ പറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അവൻ വീണ്ടും പറയുന്നു. നീ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് എനിക്കറിയാം. നിൻ്റെ അമ്മ മാത്രം കള്ളമേ പറയുകയുള്ളൂ, നീ മാത്രം കള്ളമേ പറയുകയുള്ളൂ. പക്ഷേ ഈ കള്ളങ്ങൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഷീ പറയുന്നു. എന്നിട്ട് അവനോട് വീണ്ടും എഴുതാൻ പറയുന്നുണ്ട്. ബാവർ പിന്നെയും അവൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഇരുന്ന് എഴുതുകയാണ്. ഈ സമയത്ത് അവർക്ക് ചായയുമായിട്ട് ഒരു സെർവൻ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരുടെ കഷ്ടകാലത്തിന് അവർ ചായ അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ ആ ഗ്ലാസ് ഒന്ന് തട്ടി ചെറുതായിട്ട് കുറച്ച് താഴെ പോകുന്നു. ഇതിന് പണിഷ്മെൻ്റായിട്ട് അവളെ അടിച്ച് കൊല്ലാനാണ് ഷീ ഓർഡർ നൽകുന്നത്. ഇവരിരിക്കുന്ന ഈ റൂമിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബാവർ ഇത് കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങുന്നുണ്ട്. ആ സെർവൻറ്റ് കിടക്കുന്ന സ്ഥാനത്ത് തൻ്റെ അമ്മ കിടക്കുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അത് നോക്കിക്കാണാൻ ശേഷിയില്ലാതെ അവൻ മുഖം തിരിച്ച് അവിടെ ഇരുന്ന് കരയുന്നു. പക്ഷെ സൈക്കോയ്ക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും രസം കയറുന്നുണ്ട്. അവൻ ബാവരുടെ അടുത്തേക്കിരുന്ന് അവൻ്റെ മുഖം നേരെ പിടിച്ചു വെച്ച് ഈ കാഴ്ച അവന് കാണിച്ചു കൊടുക്കുന്നു. തല്ലുകൊണ്ട് അവസാനം ആ സെർവൻറ്റ് മരിക്കുന്നുണ്ട്. അവളുടെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇപ്പോഴും നിൻ്റെ അച്ഛൻ ഒരു ഹീറോ ആണെന്ന് തന്നെയാണോ നിനക്ക് തോന്നുന്നതെന്ന് ഷീ ബാവറോട് ചോദിക്കുന്നു. കരയുകയാണെങ്കിലും അതിനിടയിലും എൻ്റെ അച്ഛൻ ഒരു ഹീറോ ആണ് എന്ന് അവൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഷീ ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പാവം ബാവർ. ഷാങ്യു ബാക്ഷിയ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് രാത്രിയിൽ അവൾ ഒരു അരുവിൽ നിന്ന് കുറച്ച് വെള്ളം ശേഖരിക്കുന്നുണ്ട്. മഴക്കാലമായിട്ടും അരുവിയിൽ അധികം വെള്ളമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവൾ ഈ സമയത്ത് ചിന്തിക്കുന്നു. അപ്പോഴാണ് ഒരാൾ ഓടിപ്പിടിച്ച് ആ വഴിക്ക് വന്നത്. അയാളെക്കുറിച്ച് ഒഫീഷ്യൽസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എന്നെ നിർബന്ധിച്ച് ഇവിടെയുള്ള കരിങ്കൽ ക്വാറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എനിക്കൊരു കുടുംബമുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, ഞാൻ ഈ വഴിക്ക് പോയി എന്ന് അവരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഷാങ്കുവിനോട് സഹായം ചോദിച്ചിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. അയാൾക്ക് പിന്നാലെ വന്നത് ജനറൽ ഹെയ്ഡ് അസിസ്റ്റൻ്റായ പേയും അയാളുടെ കുറച്ച് സൈനികരുമായിരുന്നു. ഈ ഓടിപ്പോയ ആളെ കണ്ടോ എന്ന് അവർ ഇവളോട് അന്വേഷിക്കുന്നു. പക്ഷേ ഷാങ്യു അവർക്ക് തെറ്റായ വഴിയാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അവർ രണ്ട് വഴിക്കായി സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന ആൾ പുറത്തേക്ക് വന്ന് അവളോട് തന്നെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി പറയുന്നു. പിന്നെ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ നന്ദി പറഞ്ഞ സമയത്ത് എന്തോ ശബ്ദം കേട്ടിട്ട് ഷാങ്യു ഒന്ന് അലേർട്ടായിട്ടാണ് ഫുഡ് നൽകാമെന്ന് പറഞ്ഞ് കുതിരയുടെ അടുത്തേക്ക് പോയത്. ഈ സമയത്ത് അയാൾ പുറകെ വന്ന് അവളെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് കരുതിയിരുന്നത് പോലെ ഷാങ്യു പെട്ടെന്ന് അതിനെ ചേർത്ത് അയാളെ കീഴടക്കുന്നു. കുറച്ചു മുമ്പ് നിൻ്റെ അടുത്ത് നിന്ന് ഒരു കത്തിയുടെ ശബ്ദം ഞാൻ കേട്ടിരുന്നു. അപ്പോഴേ എൻ്റെ കുതിരയെ തട്ടിയെടുക്കുകയാണ് നിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും നേരത്തെ അവിടെ നിന്ന് പോയ പെയ്യും സൈനികരും കൂടി അങ്ങോട്ടേക്ക് തിരികെ വരുന്നുണ്ട്. അയാളെ കണ്ടില്ല എന്നായിരുന്നല്ലോ കുറച്ച് മുമ്പ് ഷാങ്യു പറഞ്ഞത്. എന്തിനാണ് അവൾ അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് അവർ ചോദിക്കുന്നു. ഇയാൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നു, അയാൾക്ക് ഭാര്യയും കുടുംബവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് എന്ന് ഷാങ്യു പറയുന്നു. പക്ഷെ അവർ രണ്ടുപേരെയും കൂടി പിടികൂടിക്കൊണ്ട് പോകാൻ പെയ് ഓർഡർ നൽകുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇയാളെ പിടികൂടാൻ സഹായിച്ചില്ലേ എന്നൊക്കെ ഷാങ്യു ചോദിച്ചപ്പോൾ ഇയാൾ ചോങ്ഷുവിൽ നിന്നുള്ള ഒരു സ്പൈ ആണ്, ഇയാളെ നീ ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് നീ ഇവരുടെ ഭാഗത്തുള്ള ആളല്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് പെയ് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ട്രാവൽ പെർമിറ്റും ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഷാങ്യു അതൊക്കെ എടുത്ത് അവരെ കാണിക്കുന്നു. എൻ്റെ സ്ഥലം ജീഷു ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ പെയ്ക്ക് ഇപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി അവൾ ഈ പറയുന്നത് പോലെ ആ സ്ഥലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവളെന്തിനാണ് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നത് വരെ അവൾ തങ്ങളോടൊപ്പം വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ അവളെ കൂടി പിടികൂടി കൊണ്ടുപോകുന്നു.